കഴിഞ്ഞ ഭാഗങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റിസാലത്തിനെ സ്ഥാപിക്കുന്ന തെളിവുകൾ നമ്മൾ ചർച്ച ചെയ്തു വന്നു. അതിലെ പുണ്യനബിയുടെ സത്യസന്ധത എന്ന ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത്, പല ഘട്ടങ്ങളായി വിശദീകരിച്ചു. ഇവിടെ ഒരു കാര്യമുണ്ട്, ഒരാൾ നുണ പറയാതിരുന്നു എന്നതുകൊണ്ട് നബിയാകൊന്നുമില്ല. ഒരാൾ 40 വർഷം സത്യം മാത്രം പറഞ്ഞു എന്ന് സങ്കല്പിക്കുക, എന്നിട്ട് ടിക്കറ്റ് എടുത്തിട്ട് മക്കയിലേക്ക് പോയി എന്നിട്ട് ഹിറാ ഗുഹയിൽ കയറിയിരുന്നത് കൊണ്ട് ജിബ്രീൽ വരില്ല, വഹി വരില്ല. സത്യസന്ധനാണ് എന്നതല്ല നുബുവത്തിൻ്റെ മാനദണ്ഡം. മറിച്ച് ജീവിതത്തിൽ ഒരിക്കൽ പോലും നുണ പറഞ്ഞിട്ടില്ലെന്ന് ശത്രുക്കൾക്ക് പോലും ബോധ്യമായ വ്യക്തിത്വം താൻ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന വിവരം അറിയിക്കുമ്പോൾ അതും സത്യമാകണം എന്ന് വിശ്വസിക്കലാണ് ബുദ്ധിപരം. അതുകൊണ്ടാണ് മുഹമ്മദ് നബിയുടെ സത്യസന്ധത പ്രവാചകത്വത്തിൻ്റെ ഒരു ചൂണ്ടുപലകയാകുന്നത്. സത്യത്തിൽ പ്രവാചകത്വത്തിൻ്റെ അഖലിയായ ബുദ്ധിപരമായ തെളിവ് സത്യസന്ധതയല്ല, മറിച്ച് സത്യസന്ധതയാകട്ടെ സമാനമായ 4 വിശേഷണങ്ങളാണ് റിസാലത്തിനുള്ളത്. സിദ്ഖ്, അമാനത്ത്, തബ്ലീഗ്, ഫതാനത്ത്. സത്യസന്ധത, വിശ്വസ്തത, ബുദ്ധികൂർമ്മത, പ്രബോധനാത്മകത. ഈ 4ഉം റിസാലത്തിൻ്റെ പ്രവാചകത്വത്തിൻ്റെ വിശേഷണങ്ങളാണ്. ഒരാൾ നബിയാകണമെങ്കിൽ, ഒരാൾ റസൂലാകണമെങ്കിൽ ഈ 4 വിശേഷണങ്ങളും ഉണ്ടാകണം. അല്ലാതെ ഈ 4ഉം ഉണ്ടായത് കൊണ്ട് നബിയാകില്ല. നബി ആയാൽ ഈ 4ഉം ഉണ്ടാകണം എന്നേ ഉള്ളൂ. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ ദൂതരാണ് എന്ന വാർത്ത ജനങ്ങളെ അറിയിച്ചത് സത്യമാകണം എന്ന് ജനങ്ങൾക്ക് വിശ്വസിക്കാനുള്ള ഒരു സൂചനയാണ്, തെളിവാണ് 40 വർഷത്തെ അവിടുത്തെ സത്യസന്ധത. അതുകൊണ്ടാണ് ഇത്രയേറെ സമയമെടുത്ത് ആ ഒരു ഭാഗം നമ്മൾ വിശദീകരിച്ചത്. ഈ 40 വർഷം എന്ന് പറയുന്നത് അത് വലിയൊരു കാലഘട്ടമാണ്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് യൂനുസിലെ ഒരു ആയത്തുണ്ട്, 16-ാമത്തെ വചനമാണ്. ഖുൽ ലൗ ശാ അല്ലാഹു മാ തലൗതുഹു അലൈക്കും വലാ അജ്റാകും ബിഹി ഫഖദ് ലബിത്തു ഫീകും ഉംറൻ മിൻ ഖബ്ലി അഫലാ തഅഖിലൂൻ ഫഖദ് ലബിത്തു ഫീകും ഉംറൻ മിൻ ഖബ്ലി. നിങ്ങൾക്കിടയിൽ ഒരു പുരുഷായുസ് ഞാൻ ജീവിച്ചിട്ടുണ്ടല്ലോ, 40 വർഷം. 40 വർഷം നിങ്ങൾക്കിടയിൽ ഞാൻ ജീവിച്ചിട്ടുള്ളൂ. എന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നതും സത്യമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ. പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഖുർആൻ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് മക്കക്കാരിൽ ഒരാൾ പോലും മുഹമ്മദ് നബി നുണ പറഞ്ഞതാണ് എന്ന് വാദിച്ചിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നുണ പറയുകയാണ് എന്ന് ഒരു ശത്രുവും വാദിച്ചിട്ടില്ല. മറിച്ച് അവർ ഒരുപാട് വാദങ്ങൾ ഉന്നയിച്ചു. മുഹമ്മദ് നബിയെ അവർ ഷാഇർ, കവി എന്ന് വിളിച്ചു. മുഹമ്മദ് നബി ഒരു കവിയാണ്, ആ കവിയുടെ കവിതയാണ് ഖുർആൻ, അതിൽ നിങ്ങൾ വിശ്വസിച്ചു പോകരുത് എന്ന് പറഞ്ഞു. മുഹമ്മദ് നബിയെ സാഹിർ, മാരണക്കാരൻ എന്ന് വിളിച്ചു. ഇൻഹുവ ഇല്ലാ സിഹറുൻ മുബീൻ, ഇത് കൃത്യമായ സിഹിർ മാത്രമാണ്, ഈ ഖുർആനിൻ്റെ ഇന്ദ്രജാലം എന്നതൊരു സിഹിറാണ് എന്നവർ പറഞ്ഞു. പക്ഷെ ഇതൊന്നും നിലനിന്നില്ല. എങ്കിൽ നിങ്ങൾക്ക് സാഹിർ മറ്റുമുണ്ടല്ലോ, മറ്റു സാഹിര്യങ്ങളെ കൊണ്ടുവന്ന് പരാജയപ്പെടുത്താത്തത് എന്തേ? അവർക്കും അറിയാം ഇത് സിഹിറൊന്നും അല്ലെന്ന്. പക്ഷെ നുണ പറയുകയാണ് എന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കില്ല. പിന്നെ അവർ പറഞ്ഞു കാഹിനുൻ, ജ്യോത്സ്യനാണ്, ഭാവി പ്രവചിക്കുന്ന പ്രവചകനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഈ ഭാവിയെക്കുറിച്ചൊക്കെ പറയാൻ പറ്റുന്നത് എന്ന് പറഞ്ഞു. അതൊന്നും ഏറ്റുപോകുന്നില്ല. അവസാനം അവർ പറയുന്നു മജ്നൂൻ, ഭ്രാന്തനാണ് എന്ന് പറഞ്ഞു. വേറെ നിവൃത്തിയില്ല. കാരണം ഭ്രാന്ത് ആർക്കും വരാമല്ലോ, അതൊരു കുറ്റവുമല്ലല്ലോ. ഭ്രാന്ത് വന്നതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെയൊക്കെ പറയുകയാണ് എന്നവർ പറഞ്ഞു. പക്ഷേ മറുപടി ഇത് തന്നെ, നിങ്ങൾക്കിടയിൽ 40 വർഷം ഞാൻ ജീവിച്ചില്ലേ, ഭ്രാന്തിൻ്റെ എന്തെങ്കിലും ഒരംശം എന്നിൽ നിന്നും നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നിട്ട് ഖുർആൻ അതിന് മറുപടി പറയുന്ന ഒരു രംഗമുണ്ട്, വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ വൽഖലമി വമാ യസ്തുറൂൻ വമാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ എന്ന് പുണ്യനബിയെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പറയുന്നു. ഇത് ഈ ഭ്രാന്താരോപണം നടത്തുന്ന അക്കാലം മുതൽ ഇക്കാലം വരെയുള്ള വിമർശകർക്കുള്ള മറുപടി, വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു ഭ്രാന്തനല്ല. അതിന് കൂടുതൽ തെളിവ് വേണ്ട. കാരണം നിങ്ങളുടെ കൂടെയുള്ള സ്വാഹിബുക്കും, നിങ്ങളുടെ ഒപ്പമുള്ള ആളല്ലേ, നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങളൊപ്പം യാത്ര ചെയ്തിട്ടില്ലേ, നിങ്ങൾ സംസാരിച്ചിട്ടില്ലേ, നിങ്ങൾ നടന്നിട്ടില്ലേ, കുട്ടിക്കാലത്ത് കളിച്ചിട്ടില്ലേ, നിങ്ങൾ ഒരുമിച്ച് കച്ചവടം ചെയ്തിട്ടില്ലേ, നിങ്ങൾക്ക് അറിയുന്ന ആളല്ലേ നിങ്ങളുടെ കൂട്ടുകാരൻ. നുണ പറയില്ലെന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഭ്രാന്തനല്ലെന്നും നിങ്ങൾക്കറിയില്ലേ എന്നാണ് ആ ചോദ്യത്തിൻ്റെ ധ്വനി. വമാ സ്വാഹിബുക്കും ബി മജ്നൂൻ, നിങ്ങളുടെ കൂട്ടുകാരൻ ഒരു ഭ്രാന്തനല്ല, അത് നിങ്ങൾക്കും അറിയില്ലേ. ഇനിയും ഭ്രാന്താരോപണം ഉന്നയിക്കുന്ന മാനസിക രോഗികളുണ്ട്, അവരങ്ങനെ തന്നെ വിശേഷിപ്പിക്കണം.
കാരണം അല്പം ഒരു സ്ഥൈര്യം മാനസികാരോഗ്യത്തിന് ഉള്ള ആൾക്ക് എങ്ങനെയാണ് ഈ ആരോപണത്തിന് മുതിരാൻ സാധിക്കുക? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഭ്രാന്ത് എന്നത് ഒരാൾക്ക് മറച്ചു വെക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? കുഷ്ഠം വന്നാൽ ഹാൻഡ് ഗ്ലൗ ധരിക്കും, പാണ്ട് വന്നാൽ കവർ ചെയ്യും, ചൊറി വന്നാൽ ഡ്രസ്സ് ചെയ്യും, അതൊക്കെ മറച്ചു വെക്കാൻ പറ്റും. ഭ്രാന്ത് ഒരാൾക്ക് മറച്ചു വെക്കാൻ പറ്റുമോ? ഭ്രാന്ത് എങ്ങനെയാണ് മറച്ചു വെക്കാൻ പറ്റുക? കഴിയില്ലല്ലോ. അപ്പോൾ ഭ്രാന്തനാണ് എന്ന് പറയുന്നതിന് തെളിവ് വേണ്ടേ? ഒരു ഭ്രാന്തനിൽ നിന്നും ഉണ്ടാകേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊന്നും പുണ്യനബിയിൽ ഉണ്ടായിട്ടില്ല. ഒരു ഭ്രാന്തനിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളുണ്ട്, അതാകട്ടെ എമ്പാടും പുണ്യനബിയിൽ ഉണ്ടാകുകയും ചെയ്തു. അവിടുത്തെ തീരുമാനങ്ങൾ, അവിടുത്തെ തീർപ്പുകൾ, അവിടുത്തെ യുദ്ധങ്ങൾ, ഇതൊക്കെ ഒരു ഭ്രാന്തനിൽ, അവിടുത്തെ പരിഷ്കരണങ്ങൾ, അവിടുത്തെ പരിവർത്തനങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് ഒരു ഭ്രാന്തന് സാധ്യമാകുക? ഇനി മുഹമ്മദ് നബിക്ക് ഭ്രാന്താണ് എന്ന് വാദത്തിന് വേണ്ടി അംഗീകരിച്ചാൽ, ഏത് മുഹമ്മദ് നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷം കൊണ്ട് വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം പൂർത്തിയാക്കിയ, 23 വർഷം കൊണ്ട് തൻ്റെ അനുയായികളെ പരിവർത്തിപ്പിച്ചെടുത്ത, 23 വർഷം കൊണ്ട് ഈ സമഗ്ര സന്ദേശത്തിൻ്റെ അവതരണം പൂർത്തിയാക്കിയ, ഇത് ഏറ്റെടുക്കാവുന്ന ഒരു തലമുറയ്ക്ക് രൂപം നൽകിയ, അതിനിപ്പുറം ഇന്നുവരെ ഇതേ ആശയം കലർപ്പ് കൂടാതെ നിലനിർത്തുന്ന രീതിയിൽ അനുയായികളെ, വിശ്വാസികളെ സജ്ജമാക്കിയ, വിപ്ലവകരമായ മാറ്റം ലോകത്ത് കൊണ്ടുവന്ന ഈ മനുഷ്യന് ഭ്രാന്തായിരുന്നുവെങ്കിൽ ലോകത്തെ മനുഷ്യർക്കൊക്കെ ഭ്രാന്താവാണ് വേണ്ടത് എന്നാണ് അതിന്ന് മനസ്സിലാവുക. അല്ലാതെ ഇനി ആയിക്കോട്ടെ, ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വഹ്യ് വരുന്നത് മാത്രം ഒരു വെളിച്ചപ്പാട് ഇളങ്ങുന്നത് പോലെ ഒരു ബാധ ഇറക്കമാണെങ്കിൽ എന്നും ഫോർ ദ സേക്ക് ഓഫ് ദ ആർഗ്യുമെന്റ് നമുക്ക് സമ്മതിക്കാം, വാദത്തിന് വേണ്ടി സമ്മതിച്ചു നോക്കാം. പക്ഷേ വെളിച്ചപ്പാട് ഇളകുന്നവർ, ബാധ കയറുന്നവർ ആ സമയത്ത് പലതും വിളിച്ചു പറയും, അവർക്ക് അറിയാത്ത കാര്യങ്ങൾ വിളിച്ചു പറയും, അവർക്ക് അറിയാത്ത ഭാഷയിൽ സംസാരിക്കും. പക്ഷേ ബോധം തിരിച്ചു വന്നാൽ ഈ സംസാരിച്ചത് അവർക്ക് ഓർമ്മയിലുണ്ടാകില്ല. ഞാൻ അങ്ങനെ പറഞ്ഞോ എന്ന് ചോദിക്കും. ഇതാണല്ലോ ഈ ബാധ കയറൽ. ആധുനിക കാലത്ത് മെഡിക്കൽ സയൻസ് അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും ബാധ കയറുക എന്ന് പറഞ്ഞാൽ മലയാളികൾക്കൊക്കെ മനസ്സിലാകും. അത് ആ സമയത്ത് പറഞ്ഞത് പിന്നീട് ഇവർക്ക് ഓർമ്മയുണ്ടാകുമോ? ഒരിക്കലും ഓർമ്മയുണ്ടാകില്ലല്ലോ. എന്നാൽ വഹീൻ്റെ വചനങ്ങൾ പുണ്യനബി മറക്കുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. വഹീൻ്റെ വചനങ്ങൾ പുണ്യനബി മറക്കുന്നില്ല. അത് ഈ വഹി അവസാനിച്ചതിൻ്റെ ശേഷം അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതിനെ എങ്ങനെയാണ് വിഭ്രാന്തിയോട് ഉപമിക്കാനാകുക? ഒരിക്കലും കഴിയില്ലല്ലോ. അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭ്രാന്തനാണ് എന്ന് പറഞ്ഞ് ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ശ്രമിച്ചാൽ പ്രശ്നം അവസാനിക്കുകയല്ല, മറിച്ച് കൂടുതൽ സങ്കീർണമാകുകയാണ് ചെയ്യുക എന്ന് മാത്രമാണ് ഈ വിമർശനം ഉന്നയിക്കുന്ന ലളിത ബുദ്ധിക്കാരെ ഓർമ്മപ്പെടുത്താനുള്ളത്.